നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ പറക്കി കൊണ്ടുവന്ന കുടംപുളിയാണ് ട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ കുടംപുളി ഇതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ പൊഴിഞ്ഞ് വീഴും. വീഴുമ്പോൾ നമ്മളത് പറക്കിയെടുക്കും. പറമ്പിൽ വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് നമ്മൾ കഴുകിയെടുക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പിൽ വീഴുമ്പോൾ ഉള്ള മണ്ണ് കാര്യങ്ങളൊക്കെ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി ഇതുപോലെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് നമ്മൾ കത്തിയെടുത്ത് ഇതിനെ നേരെ നീളനെ ഇതുപോലെ മുറിച്ച് 2 പീസാക്കാണ് ചെയ്യണത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ സീഡ് ഉണ്ട്, ആ സീഡ് നമ്മൾ എടുത്ത് ഒഴിവാക്കുക ചെയ്യും. പിന്നെ ഈ സീഡ് ഉണ്ടല്ലോ നമുക്ക് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. ഒരു പുളിമധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കുടംപുളിയുടെ ഇതിൻ്റെ ഉള്ളിലെ ഈ അരി കഴിക്കാനും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കുടംപുളിയുടെ ഉള്ളിലെ ആ സീഡിൻ്റെ പുറത്തുള്ള ഒരു ഫ്ലഷ് ഉണ്ട്, ആ ഫ്ലഷ് മാത്രമാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുക. നമ്മൾ അറിഞ്ഞോ അറിയാതെ പോലും ആ കുടംപുളിയുടെ അതിൻ്റെ സീഡിൽ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് നല്ല രീതിയിൽ തന്നെ കറ പിടിച്ച് നമുക്ക് ഒരു ദിവസം തന്നെ ഭയങ്കര ഒരു മരവിപ്പ് പോലെയൊക്കെ തോന്നും, ഫീൽ ആവും കേട്ടോ. നമ്മൾ ഈ കുടംപുളി ഇതുപോലെ രണ്ടായി ഇത് പൊളിച്ചതിന് ശേഷം അതിലെ സീഡെല്ലാം ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ അട്ടിയിലിട്ടിട്ട് ഉണക്കിയെടുക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും കിട്ടുന്നത് ഇതുപോലെ ആ തട്ടിൽ നമ്മൾ ഇതുപോലെ കമഴ്ത്തി വെക്കും. നമ്മൾ തീ കത്തിക്കണതനുസരിച്ച് ഇത് മെല്ലെ മെല്ലെ ഉണങ്ങി വരും കേട്ടോ. അത് ഇപ്പം നമ്മൾ ലൈവ് പൊളിച്ചു വെച്ചേക്കണെയാണ് ഈ നല്ല മഞ്ഞ കളറിൽ കാണുന്നത്. ഇത് ഒരു ദിവസം മുമ്പ്. അതിനുശേഷം ഓരോ ദിവസം കഴിയുന്നവരും ഇതിൻ്റെ കളറുകൾ കണ്ടോ ഇതുപോലെ മാറി മാറി വരും കേട്ടോ. നല്ല രീതിയിൽ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ കുടംപുളി നമ്മൾ എടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. ഇപ്പോൾ ഇതൊരു നല്ല രീതി അത്യാവശ്യം ഉണങ്ങി ഒരു ഉണക്കും കൂടി ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കുടംപുളി ഉണങ്ങിയെടുക്കുന്നത്. ചില ആൾക്കാരുകളെല്ലാം മാല പോലെ കോർത്തിട്ടൊക്കെ കുടംപുളി ഉണക്കി എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ചേരും ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് ഇതുപോലെയാണ് നമ്മൾ ഉണക്കിയെടുക്കാറ്. നമ്മളെന്നും ജാതിക്ക ഇതുപോലെ ഉണക്കിയെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പുളി നമ്മൾ ഇതുപോലെ ഉണക്കിയെടുക്കാറ് കേട്ടോ.